താരത്തിന്റെ ആലാപനം കേട്ട് റിമി പറഞ്ഞത് കേട്ടോ, മോളിലൂടെ ഞാനും അയ്യപ്പനെ കണ്ടു. എന്റെ മുന്നില് ഇതാണോ അയ്യപ്പൻ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ മോക്ക് ചുറ്റും ഒരു മോളിലൂടെ ഞാനും അയ്യപ്പനെ കണ്ടു. വിസ്മയിപ്പിച്ചുകൊണ്ട് വൈദേഹിക്കുട്ടി പ്രേക്ഷക മിഴികളിൽ അയ്യപ്പ ദർശനം, ഗാനവേദിയിൽ അയ്യപ്പ ചൈതന്യം നിറച്ച് വൈദേഹിക്കുട്ടി. താരത്തിന്റെ ആലാപനം കേട്ട് വിധികർത്താക്കൾ പോലും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ പാടിയത് മോളാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. കണ്ണു നിറഞ്ഞു. വേദിയിലിരുന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. എന്റെ മുന്നില് ഇതാണോ അയ്യപ്പൻ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ മോക്ക് ചുറ്റും ഒരു മോളിലൂടെ ഞാനും അയ്യപ്പനെ കണ്ടു. മലയാളി മനസ്സുകൾ ഒന്നടങ്കം കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങളാണ് കുട്ടിത്താരങ്ങൾ ആലപിക്കുന്നത്. യഥാർത്ഥ ഗാനത്തിന്റെ അത്ര മനോഹാരിതയിലാണ് താരങ്ങൾ ഗാനങ്ങൾ. വിധികർത്താക്കളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളാണ് താരങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു ആനന്ദം. കാര്യം നിസ്സാരം എന്ന ചിത്രത്തിന് വേണ്ടി സുജാത മോഹൻ ആലപിച്ച ഗാനവുമായാണ് ദേവതീർത്തി. വേദി ഞെട്ടിച്ച പ്രകടനമാണ് ദേവതീർത്ത് കാഴ്ചവെച്ചത്. മക്കള് നന്നായിട്ട് പാടി കേട്ടോ. തുടർന്നും രസനിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. ഞാൻ ഈ പ്രായത്തിൽ പല്ലച്ചനാവുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വേദിയിൽ അരങ്ങേറുന്ന അതിമനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തു. പരിണയം എന്ന ചിത്രത്തിന് വേണ്ടി കേസ് ചിത്രം ആലപിച്ച ഗാനവുമായാണ് താരം വേദിയിലെത്തിയത്. മനോഹരമായിട്ടുള്ള പാട്ടാണ്. മോള് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ